അതിശ്രേഷ്ഠമായ പുണ്യങ്ങളുടെ അതിപ്രസരം എന്ന് തന്നെ പറയാൻ പറ്റിയ ഇതാ റജബ് മാസം നമ്മളിലേക്ക് ആഗതമായി അതിൻ്റെ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ റജബ് നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ റജബ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ റജബ് മാസത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഈ റജബുമായി ബന്ധപ്പെട്ട് അറിയേണ്ട, മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട 12 പാഠങ്ങളുണ്ട്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട 12 കാര്യങ്ങൾ. ഇതറിയാതെ പോയാൽ വലിയ നഷ്ടമാണേ. അതുകൊണ്ട് ഈ 12 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. അതോടൊപ്പം തന്നെ റജബ് മാസത്തിൽ നമ്മൾ കൂടുതലായി പറയേണ്ട ദിക്റും സ്വലാത്തും. പിന്നെ പല ആളുകളും ഉമ്മമാരൊക്കെ ചോദിച്ചു, റജബ് മാസത്തിൽ ഉസ്താദെ നോമ്പെടുക്കേണ്ടത് എങ്ങനെയാണ്? റജബിൽ ഏത് ദിവസമാണ് ഞങ്ങൾ നോമ്പ് പിടിക്കേണ്ടത്? നോമ്പ് പിടിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? പിന്നെ ഈ 96 നോമ്പുണ്ട്, അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? 96 നോമ്പ് അതെന്താണ് ഉസ്താദെ, അതെങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ പല ഉമ്മമാരും ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഏകദേശ ഉത്തരം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ റജബിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രമാത്രം ദുന്യാവിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ ആ ജീവിക്കുന്ന കാലത്തോളം നിന്ന് തന്നെ നിസ്കരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നിസ്കാരം ഖളാ ആക്കി, നിസ്കാരമെല്ലാം അലസമാക്കി, ഇബാദത്തുകളൊന്നുമില്ലാതെ അവസാനം ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ. ഈ പുണ്യമായ റജബ് മാസത്തിൻ്റെ എല്ലാ ബറക്കാത്തുകളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ സുന്ദരമായ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ട ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റജബ് മാസം, ആ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട 12 തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് പറയാൻ പോകുന്നത്. റജബ് മാസത്തിൻ്റെ 12 പ്രത്യേകതകൾ. ഒന്നാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ദുആയാണ്. അതായത് ഈ റജബ് മാസം ആയി കഴിഞ്ഞാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമായിരുന്നു, നബിതങ്ങൾ അവിടുന്ന് ദുആരക്കുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അത് തന്നെ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത്, ഐശ്വര്യം നൽകണേ അല്ലാ, വളർമ നൽകണേ അല്ലാ, പരിശുദ്ധമായ റമളാനിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് നബി തങ്ങൾ ദുആരക്കും. ആ ദുആ തന്നെ ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ദുആ നിങ്ങൾ പറയാറുണ്ടോ? ആർക്കൊക്കെ അറിയാം ഈ ദുആ? അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഈ ദുആ ഇന്ന് തന്നെ പഠിക്കുക. ഇന്ന് തന്നെ പഠിച്ചിട്ട് അതിങ്ങനെ പറയുക. ഒന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ചില ആളുകൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയാറുണ്ട്, അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ എന്നൊക്കെ പറയാറുണ്ട്. ഹദീസിൽ വന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ദുആരക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്, ഈ റജബ് എന്ന പേരിൻ്റെ പ്രത്യേകതയാണ്. റജബ്, റാ ജീം ബാ, ഈ 3 അക്ഷരത്തിന് ചില പ്രത്യേകതകളുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. റജബ് എന്നതിൻ്റെ പേര്, അതായത് റാ എന്ന അക്ഷരം, അത് റഹ്മത്തുള്ള, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അറിയിക്കുന്ന വാക്കാണ്, അക്ഷരമാണ്. ജീം എന്നുള്ളത് ജൂദുള്ള, അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ അറിയിക്കുന്ന അക്ഷരമാണ്. ബാ എന്ന് പറഞ്ഞാൽ ബിറുള്ള, അള്ളാഹുവിൻ്റെ ഗുണത്തെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ ഗുണവും ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ്, നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു മാസമാണ് റജബ് മാസം.
ഷഹറുൽ അസബ് എന്നും ഷഹറുൽ ഗൈന എന്നും ഷഹറു അസമ്മ് എന്നൊക്കെ പല പല പേര് ഈ ഒരു റജബ് മാസത്തിനുണ്ട്. അതായത് ഷഹറുൽ അസബ് എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മാസം എന്നാണ്, കോരിച്ചൊരിയുന്ന മാസം. ഷഹറുൽ ഗൈന എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ മാസം. ഷഹറുൽ അസം എന്ന് പറഞ്ഞാൽ ആയുധത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണല്ലോ ഇത്, അതുകൊണ്ട് ആയുധത്തിൻ്റെ ശബ്ദം കേൾക്കാത്തൊരു മാസമാണ്. ഷഹറുൽ റജ്മ് പിശാചിനെ ആട്ടി ഓടിക്കപ്പെടുന്ന മാസമാണ്. ഷഹറുൽ ഫർദ് തനിച്ചാകുന്ന, അതായത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം 4 എണ്ണമാണ്. അപ്പോൾ ഈ റജബ് മാസം സെപ്പറേറ്റാണ്, റജബ് മാസം മാറി നിൽക്കുകയാണ്. ബാക്കി ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം ഇത് 3ഉം ഒന്നിച്ചു വന്നിരിക്കുന്നു, റജബ് ഒറ്റക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഷഹറുൽ ഫർദ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത അതാണ്, ആ ഒരു പേരിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, ഈ മാസത്തിന് അല്ലാഹ് കൊടുത്തിട്ടുള്ള പേര് ഷഹറുല്ല എന്നാണ്, അള്ളാൻ്റെ മാസം എന്നാണ്. വേറെ ഒരു മാസത്തെ പറ്റിയും, അത് റമദാൻ ആവട്ടെ മറ്റ് ദുൽഹിജ്ജയാവട്ടെ, ഏത് മാസത്തെ പറ്റിയും അള്ളാൻ്റെ മാസം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. റജബുൻ ഷഹറുല്ല, ഷഅബാനു ഷഹരി, റമദാനു ഷഹറു ഉമ്മത്തി എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ മൂന്നാമത്തെ പ്രത്യേകത എന്താണ് ഈ റജബ് മാസത്തിൻ്റെ? ഇത് അള്ളാൻ്റെ മാസമാണ്. അത് ആര് പറഞ്ഞു? അല്ലാഹ് തന്നെ പറയാം, ഷഹറുൻ റജബുല്ല. മറ്റൊരു ഹദീസിൽ കാണാം റജബുൻ ഷഹരി എന്നൊക്കെ അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ പല വാക്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ റജബ് മാസം, അതായത് ഈ 12 മാസങ്ങളിൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള 12 മാസങ്ങളിൽ അല്ലാഹു തആല ഒരു മാസത്തെ തന്നോട് ചേർത്ത് പറയണമെങ്കിൽ ആ മാസത്തിൻ്റെ ശ്രേഷ്ഠത അത്രത്തോളം ഉണ്ട്. മഗ്ഫിറത്തും മർഹമത്തും ഏറ്റവും കൂടുതലുള്ള ഒരു മാസമാണ് ഈ റജബ് മാസം, നമ്മളത് മനസ്സിലാക്കണം. പിന്നെ ഇനി നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ റജബ് മാസത്തിൽ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ മഹത്തുക്കളായ ആളുകൾ, അല്ലേ, ഒരുപാട് മഹത്തുക്കളായ ആളുകൾ ഈ റജബ് മാസത്തിൽ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. സ്വഹാബിമാരിൽപ്പെട്ട മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ, മഹാനായ ഇമാം നവവി തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ, അതുപോലെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഷാഫി തങ്ങൾ, ഇമാം ബാജി, അതുപോലെ ഇമാം അബൂ ഹനീഫ, ഇമാം ബുവൈദി, ഇമാം മുഖരി, ഇമാം തിർമിദി, അതുപോലെ തന്നെ മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇങ്ങനെ ഒരുപാട് മഹത്തുക്കൾ വിട പറഞ്ഞ ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ റജബ് മാസം. അതും ഈ റജബ് മാസത്തിൻ്റെ പ്രത്യേകതകളായി നമുക്ക് എണ്ണാൻ പറ്റും. ഇനി അഞ്ചാമത്തെ പ്രത്യേകത, ഈ റജബ് മാസത്തിലാണ് ഇസ്റാ മിഅ്റാജ് നടന്നത്. ഇസ്റാ മിഅ്റാജ്, റജബ് 27 അല്ലേ, മിഅ്റാജിൻ്റെ നോമ്പ് എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ, മിഅ്റാജിൻ്റെ നോമ്പ്. സുന്ദരമായ ആ ഇസ്റാ മിഅ്റാജ് നടന്നത് പവിത്രമായ പരിപാവനമായ റജബിലാണ്. ഈ റജബ് മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു ഭാഗമാണ് റജബ് 27. കാരണം അള്ളാഹുവിൻ്റെ ആ അടുക്കലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. ഇസ്റാ മിഅ്റാജ്, ഈ ഇസ്റാ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്രാ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ യാത്രക്കാണ് എന്ത് ഇസ്രാ എന്ന് പറയുക. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ്, അതായത് മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ പള്ളിയിൽ നിന്നും 7 ആകാശവും കടന്ന് അല്ലാഹുവിലേക്ക് ചെന്ന ആ ഒരു യാത്രക്കാണ് എന്ത് മിഅ്റാജിന്റെ യാത്ര എന്ന് പറയുക. അപ്പോൾ ഇസ്രാ മിഅ്റാജ്, നബി തങ്ങൾ അല്ലാഹനെ കണ്ടതും സ്വർഗ്ഗത്തെ കണ്ടതും നരകത്തെ കണ്ടതും ഒക്കെ എന്താണ് ഈ ഒരു മാസത്തിലാണ്. അതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ആറാമത്തേത്, നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് റജബ്. നിസ്കാരം ഫർളാക്കപ്പെട്ട മാസമാണ്, അല്ലേ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധ ബാധ്യതയാണ് നിസ്കാരം. 50 വഖത്ത് നിസ്കാരമാണ് അല്ലാഹു തആല ആദ്യം നബിതങ്ങൾക്ക് കൊടുത്തത്. ആ സമയത്ത് മഹാനായ മൂസാ നബി കണ്ടു. മൂസാ നബി പറഞ്ഞു, നബിയേ 50 വഖത്ത് നിസ്കാരമൊന്നും നിങ്ങളുടെ ഉമ്മത്ത് നിസ്കരിക്കില്ല കേട്ടോ, കുറച്ച് കൊണ്ടുപോവാ. അള്ളാഹിൻ്റെ അടുക്കൽ പോയി പറഞ്ഞു, റബ്ബേ 50 വഖത്ത് എന്ന് പറഞ്ഞത് കുറച്ച് തരുമോ? അങ്ങനെ അല്ലാഹു തആല 25 കൊടുത്തു. വീണ്ടും 25 ഒരു ഭാരമാകുമെന്ന് മൂസാ നബി പറഞ്ഞപ്പോൾ അത് 15 കൊടുത്തു. ആ 15 ഒരു ഭാരമാണെന്ന് പറഞ്ഞപ്പോൾ 5 വഖത്താക്കി അല്ലാഹു തആല കൊടുത്തു. അപ്പോൾ 5 വഖത്ത് നിസ്കാരം, അല്ലെ? ഒരു മുസ്ലിമായ മനുഷ്യൻ്റെയും അമുസ്ലിമായ മനുഷ്യൻ്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം, ഒരു മതിൽ എന്ന് പറഞ്ഞാൽ അത് നിസ്കാരമാണെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെയോ ഏഴാമത്തെ പ്രത്യേകത റജബ് 27 നോമ്പാണ്, സുന്നത്തായ നോമ്പ്, മിഅ്റാജിൻ്റെ നോമ്പ്. ഇമാം ബാജൂരി തങ്ങൾ അവിടുത്തെ കിതാബിലും അതുപോലെ ഇആനത്തുൽ ത്വാലിബീനിലും മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ റജബ് 27 നോമ്പ് പിടിച്ചാൽ 60 മാസത്തെ നോമ്പ് പിടിച്ചത് പോലത്തൊരു കൂലി അല്ലാഹു തആല തരുമെന്ന് ഈ പറയപ്പെട്ട മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതും ഈ റജബ് മാസത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ്. എട്ടാമത്തേത് റജബ് മാസത്തിലെ പ്രത്യേകമായ ഒരു നിസ്കാരമാണ്. റജബ് മാസത്തിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 12 റക്അത്ത് ഒരു നിസ്കാരം ഉള്ളതായി കാണാം. ഇതൊരു ബിദ്അത്താണ് നിസ്കാരം. ചില ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട് റജബ് മാസത്തിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 12 റക്അത്ത് നിസ്കരിക്കുക. അതൊരു ബിദ്അത്തായ കാര്യമാണ്, അതൊരു പുതുതായി വന്ന കാര്യമാണ്. ഇത് ഫിഖ് ഗ്രന്ഥങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്താണ്, അത് ഉപേക്ഷിക്കലാണ്. നമുക്ക് സാധാരണ എത്രയോ നിസ്കാരങ്ങളുണ്ട്, നമുക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരമുണ്ട്, അല്ലേ, അവ്വാബി നിസ്കാരമുണ്ട്. അപ്പോൾ അതൊക്കെ നിസ്കരിക്കുക, അതൊക്കെ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആരക്കുക. റജബ് മാസത്തിലേക്ക് പ്രത്യേകമായൊരു നിസ്കാരം അത് ഫിഖ് ഗ്രന്ഥങ്ങളിലൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ 9ാമത്തെ കാര്യം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലേ, അല്ലാഹു തആല ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മാസങ്ങളുടെ എണ്ണം 12 ആ മാസങ്ങളിൽ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളാണ് യുദ്ധം ഹറാമാക്കപ്പെട്ടത്. അതിൽപ്പെട്ടൊരു മാസമാണ് റജബ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാപ്പയെ കൊന്ന കാതകൻ, അല്ലെ, വാപ്പയെ കൊന്ന ആളെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയുമായിരുന്നു. പക്ഷേ ഈ റജബ് മാസത്തിലൊക്കെ വാപ്പയെ കൊന്ന ആളെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ വിടുന്ന, അതായത് അത്രമാത്രം അവർ യുദ്ധത്തെ വെറുത്തിരുന്ന ഒരു മാസമാണ് റജബ് മാസം. 10ാമത്തെ പ്രത്യേകത ബറക്കത്തിന്റെ മാസമാണ്. ബറക്കത്ത് ചോദിക്കേണ്ട, ബറക്കത്ത് അല്ലാഹു തആല ഭൂമിയിലേക്ക് ഒരുപാട് ഇറക്കുന്നൊരു മാസമാണ്. ബറക്കത്ത് മാത്രമല്ല മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കുന്നൊരു മാസമാണ് പരിശുദ്ധമായ ഈ റജബ് മാസം. അതുകൊണ്ട് അതിന് നമ്മൾ ചോദിക്കുക. അത് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന ദുആ കൊണ്ടാണ്. പിന്നെയോ 11ാമത്തേത് ഇബാദത്തുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത് ഈ ഒരു മാസത്തിൽ. 70 ദറജ എന്നാൻ 70ഉം 700ഉം 7000ഉം ഒക്കെ ആയിട്ട് അല്ലാഹു തആല, അല്ലേ നമുക്ക് പ്രതിഫലം തരുന്നത്. മനുഷ്യനാണെങ്കിൽ ഒന്ന് ചോദിച്ച് രണ്ടാമത്തേന് അവൻ മുഖം വീർപ്പിക്കുന്നവനാണ്. എന്നാൽ അല്ലാഹു തആലയോട് ചോദിക്കുന്നതിനനുസരിച്ച് അല്ലാഹുവിന് ഇഷ്ടമാണ്. എത്രമാത്രം അല്ലാഹുവിനോട് ചോദിക്കുന്നു അത്രമാത്രം അല്ലാഹുക്ക് ഇഷ്ടമാണ്. ചോദിക്കാത്തവരെ, ദുആ ചെയ്യാത്തവരെ അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് പടച്ചോൻ, മനുഷ്യന്റെ നേരെ തിരിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദുആ ചെയ്യുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചാൽ ഒരുപാട് ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ്. ദിക്റും ദുആയും ഖുർആനും സ്വതക്കയും അതുപോലെ തന്നെ നിസ്കാരവും നോമ്പൊക്കെ ഒരുപാട് അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മാസം. അതുപോലെ തന്നെ 12ാമത്തെ ഒരു പ്രത്യേകത ഈ മാസത്തിലെ നോമ്പിൻ്റെ പ്രത്യേകതയാണ്. ഈ റജബ് മാസത്തിൻ്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടാകുമല്ലോ, ആ നോമ്പ് ഖളാ വീട്ടാത്ത പല ആളുകളും ഉണ്ടാകും. ഖളാ വീട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഖളാ വീട്ടാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ഈ റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പുകൾ, അല്ലേ. റജബ് മാസത്തിലെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കാം. നമ്മൾക്കിടയിൽ ഈ 96 നോമ്പ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. 96 നോമ്പ്, അതായത് റജബ് 30, ഷഅബാൻ 30, പിന്നെ റമളാൻ 30. അപ്പോൾ അങ്ങനെ എത്രയായി? 90ആയി. പിന്നെ ശവ്വാലിലെ 6 നോമ്പ്. ഇങ്ങനെ 96 നോമ്പും പിടിക്കുന്ന പഴയ കാലത്ത് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ പിടിക്കുന്നവർക്കൊക്കെ പിടിക്കാം. ചില ആളുകൾ റജബിൽ 30 പിടിക്കും, ഷഅബാനിൽ 30 പിടിക്കും. മൊത്തം 60 പിടിച്ചതിൻ്റെ ക്ഷീണം അത് കൂടി ഒരുപക്ഷെ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെ പോയില്ലേ, അപ്പോൾ സുന്നത്ത് കിട്ടി, ഫർള് കിട്ടിയില്ല എന്നാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റജബ് മാസത്തിലൊക്കെ നോമ്പ് പിടിച്ചാൽ, ഷഅബാൻ മാസത്തിലേക്ക് നോമ്പ് പിടിച്ചാൽ എനിക്ക് റമളാനിലും നോമ്പ് പിടിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ആ ഒരു മനസ്സിനൊരു ദൃഢനിശ്ചയമുള്ളവർക്കാണ് ഈ 96 നോമ്പൊക്കെ പിടിക്കാൻ പറ്റുക കേട്ടോ. അല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ്. കാരണം റജബിലും ഷഅബാനിലൊക്കെ ഭയങ്കര ഉഷാറായിട്ട് നോമ്പ് പിടിക്കും, റമളാനിൽ കുഴഞ്ഞു വീഴും. അങ്ങനെയല്ല. പിന്നെ പടച്ചോനാണ് നമുക്ക് ആരോഗ്യം തരുന്നത്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നോമ്പ് പിടിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ, ആമീൻ. അപ്പോൾ റജബ് മാസത്തിലെ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നമുക്ക് നോമ്പ് പിടിക്കാം. അതിനേക്കാൾ നല്ലത് ഒന്നിടവിട്ട ദിവസം നോമ്പ് പിടിക്കലാണ്.
ഇപ്പോൾ ഇന്ന് പിടിച്ചു, നാളെ പിടിച്ചില്ല, മറ്റന്നാൾ പിടിച്ചു, അതിൻ്റെ പിറ്റേന്ന് പിടിച്ചില്ല, അങ്ങനെ നോമ്പ് ഓരോ ദിവസം ഇടവിട്ട്. ദാവൂദ് നബി നോമ്പ് പിടിക്കുന്ന അങ്ങനെ ഒരു ദിവസം പിടിച്ചാൽ മറ്റു ദിവസം പിടിക്കില്ല, അങ്ങനെ ഇടവിട്ട് ദിവസങ്ങളിലായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചിരുന്നത്. ആ ദാവൂദ് നബിയുടെ നോമ്പ് പിടുത്തമാണ് ഏറ്റവും ഖൈറായതെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിടിക്കാം. അല്ലെങ്കിലോ റജബ് മാസത്തിലെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും മാറി നമുക്ക് നോമ്പ് പിടിക്കാം. ഒരു വ്യാഴാഴ്ച പിടിച്ചു, അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച പിടിച്ചു, പിന്നെ വ്യാഴാഴ്ച പിടിച്ചു, തിങ്കളാഴ്ച, അങ്ങനെ നമുക്ക് നോമ്പ് പിടിക്കാം. അപ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ റമളാനിൽ ഖളാ ആയി പോയ ഒരു നോമ്പ് ഞാൻ പിടിച്ചു വിടുന്നു എന്ന നിയ്യത്ത് വെക്കാം. അതുപോലെ പരിശുദ്ധമായ റജബ് മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റജബിലെ ഏതെങ്കിലും വ്യാഴാഴ്ചയാണ് പിടിക്കുന്നതെങ്കിൽ റജബ് മാസത്തിൻ്റെ ഈ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് നിയ്യത്ത് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മറന്നു പോവേണ്ട, ഖളാ ആയിപ്പോയ നോമ്പൊക്കെ റമളാൻ അടുക്കുകയാണ്, ആ റമളാനിന് മുമ്പ് തന്നെ നമ്മൾ പിടിച്ചു വീട്ടേണ്ടതാണ്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ നോമ്പ് പിടിച്ചാൽ വലിയ പ്രതിഫലമാണ് അല്ലേ. സ്വർഗത്തിൽ റജബ് എന്ന പേരിൽ തന്നെ ഒരു നദിയുണ്ട്. ആ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ പറ്റുക അത് റജബ് മാസത്തിൽ നോമ്പധികമായി പിടിച്ചവർക്കാണ്. മാത്രമല്ല ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള രക്ഷ കിട്ടാനും ഈ റജബ് മാസത്തിൽ പിടിക്കുന്ന നോമ്പ് കാരണമാകും എന്നൊക്കെ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച് തരുകയാണ്. അപ്പോൾ റജബ് മാസം വരികയാണ്. ഈ 12 പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ നമ്മൾ പരമാവധി ചെയ്യുക. ദിക്റുകൾ, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ദുആകൾ അധികരിപ്പിക്കുക. അതുപോലെ ഖുർആൻ പാരായണം. ഇപ്പോഴേ നമ്മൾ ഓരോ ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഇങ്ങനെ ഓതി നമ്മളൊന്ന് തയ്യാറാവുക റമളാനിലേക്ക്. റമളാൻ ഒന്നാവട്ടെ, നന്നാവാം, നടക്കൂല. ഇപ്പോഴേ നമ്മൾ നന്നായാലേ റമളാനിൽ നമുക്ക് നന്നാവാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ഈ റമളാൻ മാസത്തിൽ നല്ല ആരോഗ്യത്തോടു കൂടി റമളാനിലെ മുഴുവൻ നോമ്പും നഷ്ടപ്പെടാതെ പിടിക്കാനും അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും തൗഫീക്ക് നൽകട്ടെ. അതിനു മുമ്പ് ഈ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് പടച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് ദുആ വസിയത്ത്. അല്ലാഹു തആല ആരെല്ലാം ഏതെല്ലാം വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ പടച്ചവൻ മാറ്റിക്കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ദിക്റിൻ്റെ മജ്‌ലിസ് ഉണ്ട്, അതെല്ലാവരും പങ്കെടുക്കുക. ആ ദിക്റിൻ്റെ മജ്‌ലിസിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.